ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 1 കൊരിന്ത്യർ 2 അധ്യായത്തിന്റെ ചില വാക്യങ്ങളാണ്. അതിന്റെ 16-ാമത്തെ വാക്യം, ലാസ്റ്റ് വാക്യം ഞാൻ വായിക്കാം. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നത് ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകും. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നത് ആർ? അവനെ ഉപദേശിക്കാൻ പറ്റുന്ന ആൾക്കാർ എവിടെയോ ഉള്ളതെന്നൊക്കെ 40-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അത് എടുത്തെഴുതി. പക്ഷേ കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നത് ആർ എന്ന് ചോദിച്ചതിന് ശേഷം തൊട്ട അടുത്ത പൗലോസപ്പോസ്തലൻ പറയുന്ന വാക്കാണ് അന്നേരം എന്നെ സ്ട്രൈക്കുന്നത്. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ആരുടെ മനസ്സ്? നമ്മുടെ കർത്താവിന്റെ മനസ്സറിഞ്ഞ് ഗ്രഹിപ്പിക്കുന്നവരാകുന്ന ആരാന്ന് ചോദിച്ചിട്ട്, പക്ഷെ നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുവാണെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയല്ലേ. ക്രിസ്തുവിന്റെ മനസ്സിന് കുറെ ക്വാളിറ്റീസ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇന്നലെ രാവിലെ നമ്മൾ വചനത്തിൽ കേട്ട വിജയപാസൻ പറഞ്ഞതിനകത്ത് ക്രിസ്തുവിന്റെ മനസ്സലിവിനെ കുറിച്ച് യേശുവിന്റെ മനസ്സലിവിനെ കുറിച്ച് സംസാരിച്ചു. മനസ്സലിയണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാകണം? മനസ്സലിയണ സ്നേഹം ഉണ്ടാകണം. ആമേ ഹാലേല. അവൻ ദയ ഉണ്ടാകണം, അവൻ കരുണ ഉണ്ടാകണം. അങ്ങനെ ഓരോ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ മനസ്സലിയാൻ പറ്റൂ. ഈ മനസ്സലിവ് എന്ന് പറയുന്ന മനസ്സിൻ്റെത് തന്നെയാണ്. ഇപ്പൊ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണെങ്കിൽ ക്രിസ്തു എങ്ങനെയായിരുന്നു അങ്ങനെയായിരിക്കണം നമ്മളൊന്ന് ഈ വാക്യം വായിച്ചിട്ടുണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, കർത്താവേ, ക്രിസ്തുവിന്റെ മനസ്സുള്ള നാമോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉൾപ്പെടെ, പക്ഷെ നമ്മുടെയൊക്കെ സ്വഭാവം ക്രിസ്തുവിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട് എത്ര നാളായിട്ട്? ഇല്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാന്ന് പറഞ്ഞ് നമ്മളൊക്കെ വായിച്ചു വിടുക ഭാഗം. അപ്പൊ നാമോ എന്ന് പറയുമ്പോ പൗലോസപ്പോസ്തലൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരെയും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. നമ്മൾ അങ്ങനെയാണോ? ആയിട്ടുണ്ടോ? ഹല്ലേലൂയ. അപ്പം ഈ വാക്യൊക്കെ നമ്മൾ തന്നെ വായിച്ചങ്ങ് പോകാറുണ്ട്. സാധാരണ നമ്മൾ അവിടെ ഒന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇന്നലെ പരിശുദ്ധാത്മ ഇതിങ്ങനെ ആമേ ഹാലേലിയ സ്ട്രൈക്ക് ചെയ്ത് നിർത്തി അവിടെ ഇങ്ങനെ ശ്രദ്ധിപ്പിച്ചപ്പോ ഞാനൊന്ന് ഞെട്ടിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാല് ആമേ നമ്മൾ വായിക്കും തോറും ഓരോ പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എന്താ കൺഫ്യൂസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം കൊരിന്ത്യലേഖനം വായിച്ചിട്ടുണ്ടാവും? ഈ വാക്യം നമ്മൾ വായിച്ചിട്ടുണ്ടാവും. നമ്മൾ വായിക്കും നമ്മുടെ വായ കൊണ്ട് പറയുക ചെയ്യും. നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് അതല്ലേ വായിക്കും തോറും. പക്ഷെ കൺഫ്യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ആകണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ വചനം ഏറ്റു പറയുമ്പോൾ വചനം വീണ്ടും വായിക്കുമ്പം ഹല്ലേലൂയ അത് വായിക്കുമ്പോൾ നമ്മൾ ഏറ്റു പറയുന്നത് അതുപോലെ പറയുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ആകണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ആകുന്നുണ്ടോ? പല വചനം നമ്മൾ വായിച്ചു വിടാറുണ്ട്. ഹല്ലേലൂയ അവിടെയൊക്കെ വായിച്ചു വിടുന്ന സമയത്ത് നമ്മൾ അവിടെ ഹല്ലേലൂയ വായിച്ചു പോകുന്നതല്ലാതെ നമ്മൾ ഒരിക്കലും ആ വചനം നമ്മൾ ആ വചനം ഹല്ലേലൂയ ഉണ്ടോ അല്ല നമ്മൾ അങ്ങനെ ആണോ എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. പ്രസംഗിക്കുന്നവർ ഒട്ടും ചിന്തിക്കാറുണ്ടോ എന്ന് കാര്യത്തില്ല. പ്രസംഗിക്കുന്നവർക്കാണ് കൂടുതൽ ശിക്ഷാവിധി എന്ന് കർത്താവ് പറയാറുണ്ട്. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹല്ലേലൂയ. അപ്പൊ പഠിപ്പിക്കുന്നവൻ നമ്മൾ യോഗ്യതയില്ല മറ്റൊരാളെ പഠിപ്പിക്കാൻ പാടില്ല. ഞാനിപ്പോ ഉപദേശിക്കുകയാണെങ്കിൽ ഞാൻ ആ സംഭവത്തിൽ മാറ്റം വരുത്താൻ എനിക്ക് ഉപദേശിക്കാനുള്ള യോഗ്യതയില്ല. കർത്താവ് യേശു ക്രിസ്തു ഉപദേശിച്ചിരുന്നു. ഉപദേശിച്ചപ്പോ കർത്താവിന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നു. പൗലോസപ്പോസ് ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോസ്തലൻ പലരും നമ്മൾ ഉപദേശിച്ചു, അവരെല്ലാം ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും ഉപദേശം മാത്രമുള്ള ജീവിതത്തിൽ അതില്ല. ഞാൻ പലപ്പോഴും ഇവിടെ വചനം പറഞ്ഞ ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ. കാരണം ഇത് പറയുമ്പം ഇത് ഉപദേശിക്കുമ്പോൾ അത് ചെയ്യണമെന്ന് പറയുമ്പോൾ നീ ഇത് ഫോളോ ചെയ്തുകൊണ്ട് പോകാൻ കഴിയണം എന്ന് പറയാറുണ്ട്. പലപ്പോഴും പറയുന്ന കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാകാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ എപ്പോഴും സ്ഥിരമായി പ്രാർത്ഥിക്കണം, അത് വേണ്ടി തന്നെ. പക്ഷേ പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ വെച്ചാൽ നമുക്കുണ്ട്. പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ദൈർഘ്യം എത്രയാണെന്ന് പരിശുദ്ധ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. നമ്മൾ രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, രാത്രി പ്രാർത്ഥിക്കും. ചിലപ്പോൾ 4 നേരം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എങ്കില് ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉച്ചക്കുള്ള പ്രാർത്ഥന മാത്രമാണ് വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ദൈർഘ്യം എത്രയാണ്? നമ്മൾ ഓരോരുത്തരുടെ അത് കൂടുതൽ എന്നോട് തന്നെ ദൈവം ചോദിക്കുന്നു. പക്ഷെ അപ്പൊ നമ്മളോട് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരിശുദ്ധാത്മ നമ്മളോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ
നമ്മൾ ആൻസറബിൾ ആണ്. നമ്മുടെ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, അല്ലെ? ഒരു ശക്തിയായിട്ട് വ്യക്തിയായിട്ട് തിരിച്ചറിയും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്ന് കേട്ടോണ്ടിരിക്കുക. ആ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ പോലെ തന്നെ നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ എന്റെ അടുത്ത് നിന്ന് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്ന സമയത്ത് എന്നോട് ഇത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളോട് ഓരോരുത്തരും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. ഈ ഭാഗം ഹല്ലേലൂയ എന്നെ വല്ലാതെ നല്ല സ്ട്രൈക്ക് ചെയ്താണ്. നമ്മള് കർത്താവിന്റെ മനസ്സുള്ളവരാകുന്നു എന്നുള്ളത്. അവൻ അവിടുന്ന് 9 തുടങ്ങിയിട്ട് ഇങ്ങോട്ട് താഴോട്ട് വായിക്കാം. അവസാനം മിസ്റ്റേ മ്യൂട്ടാ ഇല്ല, അൺമ്യൂട്ട് ചെയ്യും. 2 കൊരിന്ത്യർ എന്നല്ലേ പറഞ്ഞേ? കൊരിന്ത്യർ 2-ാം അധ്യായം 9 തൊട്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവനും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായത് വിവേചിക്കുന്നതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. അല്ലേ? അപ്പം 9-ാം വാക്യം പറയുന്നേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർ ഒരിക്കലും കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യരുള്ളവരിൽ മനുഷ്യാത്മാവിൽ മനുഷ്യരിൽ ആരറിയും? അവണം ദൈവത്തിലുള്ളത് ദൈവാത്മാവിൽ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ നമുക്ക് ദൈവത്തിനെ കുറിച്ചുള്ള അറിവ്, അല്ലെ? ദൈവത്തെ ഗോഡ്സ് വിസ്ഡം ആരാ തരുന്നത്? പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലുള്ളത് അറിയണമെങ്കിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിയാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ, അല്ലേ? നമ്മുടെ ഒരു മനുഷ്യന്റെ മനസ്സിലിരിക്കുന്ന ആരെങ്കിലും മറ്റൊരാൾക്ക് അറിയാൻ പറ്റുമോ? നമ്മളൊക്കെ എത്ര ഏറ്റവും അടുത്ത കൂട്ടുകാര, പല നമ്മുടെ നാടൻ ഭാഷ ചങ്കാന്നൊക്കെ പറഞ്ഞാലും പക്ഷേല് അവന്റെ ഹൃദയത്തിൽ, അവന്റെ മനസ്സിൽ, നമ്മുടെ ഒരാളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾ ഗ്രഹിക്കണമെങ്കിൽ അവര് തന്നെ തോപ്പണപ്പാകലേ അറിയാൻ പറ്റുള്ളൂ, അല്ല കുത്തി തുറന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഹൃദയത്തിന്റെ ആമേഹാല പൾസൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ആമേഹാല ഹൃദയത്തിന്റെ എക്കോ ടെസ്റ്റ് ഒക്കെ എത്ര സ്പീഡിൽ അത് വർക്ക് ചെയ്യുന്നതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ അതിനകത്ത് എന്താണ് നമ്മുടെ ചിന്ത നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എന്താ പറയുന്ന ഒരു യന്ത്രം ഉണ്ടായിട്ട്, അല്ലേ? ഹൃദയം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ പറ്റും, പക്ഷെ അതിനുള്ളിലുള്ള രഹസ്യങ്ങൾ അറിയണമെങ്കിൽ അതൊരിക്കലും മറ്റൊരാൾക്ക് അറിയാൻ കഴിയത്തില്ല. മനുഷ്യൻ പറഞ്ഞാൽ തന്നെ അറിയാം. അതുപോലെ ദൈവത്തിന്റെ ഹാലിലെ ഹൃദയത്തിനുള്ളിൽ എന്താ, ദൈവത്തിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ മറ്റൊരു വഴിയില്ല, പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നെ മാത്രമേ അറിയൂ. അപ്പൊ പരിശുദ്ധാത്മാവ് ആർക്കാ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ഹല്ലേലൂയ. ആർക്കാ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്? തന്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. തന്റെ മക്കൾക്ക്, എല്ലാ മക്കൾക്കും വെളിപ്പെടുത്തി കൊടുക്കത്തില്ല, മക്കൾക്കാണ് വെളിപ്പെടുത്തി. പക്ഷേ പരിശുദ്ധാത്മാവുമായി ആഴമായ ബന്ധമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ ഒരു വിശ്വസ്തരായിരിക്കണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ നിന്ന് അത് ദൈവത്തിന്റെ ഹൃദയത്തിലെ അറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ ആഗ്രഹം, നമ്മുടെ വാഞ്ച
നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുണ്ടോ വാങ്ങിച്ചു വെക്കാൻ? ചില ആൾക്കാരൊക്കെ വെളിപ്പാടൊക്കെ പ്രാപിക്കണം വലിയ ആഗ്രഹം. പക്ഷെ ആഗ്രഹത്തിനൊത്ത പ്രവൃത്തി വേണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നല്ല കൂട്ടായ്മ ഉണ്ട് നമുക്ക്. പരിശുദ്ധാത്മാവ് നമ്മൾ വിശ്വസ്തരാണെന്ന് തോന്നണം. ഇത്രയും കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഇത് വെളിപ്പെടുത്തി തരികയുള്ളൂ. ഹല്ലേലൂയ. ഇത് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ സ്വഭാവം കാണിക്കുന്നവർക്ക് തരത്തില്ല. ഹല്ലേലൂയ. നമ്മളൊക്കെ ഇച്ചിരിയൊക്കെ ഇങ്ങനെ ഇച്ചിരി അരിയിലൊക്കെ മൂലക്കൊക്കെ ഒന്ന് പ്രാപിക്കുന്നവരായിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നല്ല മോൾ എന്നോട് ചോദിക്കുന്നതാണ്, വിജയൻ ജൽപാസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ 6 മണിക്കൂർ 8 മണിക്കൂർ 10 മണിക്കൂർ മുട്ടുമേൽ നിന്ന് പ്രാപിച്ചിട്ട് വന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. ബൈബിള് തുറക്കും, ഒരു റെഫറൻസ് നോക്കും, ഒന്നും വേണ്ട, ഇങ്ങനെ നദി ഒഴുകുന്ന പോലെ ഇങ്ങനെ ഹലവചനത്തിന്റെ ദൂതുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്നോട് ചോദിക്കും, അമ്മ മുട്ടുമേ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം വെളിപ്പാട് തരുത്തോളാ എന്ന് എന്നോട് ചോദിച്ചിരുന്നല്ലേ. ഞാൻ പറയാം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, മുട്ടുമേൽ ഇരുന്ന് പ്രാർത്ഥിക്കണം നിർബന്ധം. പക്ഷെ ചില ആൾക്കാർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും, ചില ഇരുന്ന് പ്രാർത്ഥിക്കും, ചില കമന്ന് കിടന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അതിൽ നിന്ന് അത് ദൈവാത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കും അത് ചെയ്യും. മുട്ടുമേൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈസി പണിയല്ല. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ മുട്ടലിരിക്കണമെന്ന് വെച്ചാ, മുഴങ്കാലിരിക്കാന്ന് വെച്ചാ അല്പസമയം ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തേക്കും പറയും എനിക്ക് കുറച്ച് സമയം ഇരിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഒട്ടും പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ഡെയിലി അത് ശീലമാക്കാതിരിക്കും തോറും നമ്മൾ കസേരയിലൊക്കെ ഇത് ശീലിച്ചു പോയത് കൊണ്ട് തറയിരിക്കാൻ പറ്റും, കുറെ നേരം ഇരിക്കും. പക്ഷേ മുട്ടുമേൽ ഇപ്പൊ ഇരിക്കാൻ പറ്റത്തില്ല. മറ്റേ നേരത്തെയൊക്കെ കുറെ നേരം ഇരിക്കാൻ പറ്റുമായിരുന്നു. കാരണം നമ്മുടെ ശരീരമായിട്ട്, പക്ഷെ ഈ ശരീരത്തെ ദണ്ണിപ്പിച്ച് അത് അനുസരിപ്പിച്ച് ആത്മാവിനെ വിധേയപ്പെടുത്തി ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ മുട്ടമേലിരുന്ന് മുഴങ്കാലം മടക്കി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇരിക്കുമ്പോൾ നമ്മൾ വെളിപ്പാട് കയറാനും ദർശനങ്ങളിലേക്ക് പോകാനൊക്കെ സമയം എടുക്കും. മറ്റേത് ടക്ക് നമ്മൾ കണക്ട് ആകുന്നു. എനിക്ക് അങ്ങനെ ഒരു പറ്റും. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മ ഇങ്ങനെ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ഓപ്പൺ ആകുന്ന ഞാൻ കാണാം. പക്ഷേ അത് നമ്മൾ ഓരോ സമയത്തും അതിന്റെ കാരണം അതാണ്, നമ്മൾ ആ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ നമ്മൾ ജഡത്തെ മെരുക്കുകയാണ്, ആത്മാവിനെ അനുസരിപ്പിക്കുക, ആത്മാവിനെ വിധേയപ്പെടാൻ വേണ്ടി മെരുക്കുന്നതായിട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേന് കുറെ കൂടെ കംഫർട്ടബിൾ ആണ് അവർ. അപ്പൊ നമ്മുടെ മനസ്സ് എങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കണക്ട് ആകുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് ഭയങ്കര കംഫർട്ട് സോണിൽ നല്ല ശാരിയൊക്കെ എന്താ പറയാ കസേരയിലൊക്കെ ചാരി നല്ല കുഷനൊക്കെ വെച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ജഡം നല്ല സുഖിച്ചായിരിക്കുന്നു. പക്ഷെ ആ സമയത്ത് ജഡത്തിന്റെ അസ്വസ്ഥത, നമ്മളിപ്പം മുട്ടുമേൽ നിന്ന് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? നമ്മളാരും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുമോ? മുഴങ്കാലം മടക്കി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങാറുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ അല്ലാതിരുന്ന് ചാരിയൊക്കെ ഇരുന്ന് നമ്മൾ ഉറങ്ങാറുണ്ട്. പ്രാർത്ഥിക്കാൻ കണ്ണൊക്കെ അടിച്ച് വെളിപ്പാട് കാണുന്നതൊക്കെ ഞാൻ ചിരിക്കും. പക്ഷേ അവിടെ ഇരുന്നിട്ട് പയ്യെ ഉറക്കത്തിലേക്ക് മയങ്ങി വീഴാറുണ്ട്. കാരണം നമ്മളിപ്പോ വെളുപ്പിനെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കസേരയിലൊക്കെ നല്ല ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഇരിക്കുന്നു നമ്മൾ മുഴങ്കാൽ മടക്കി ഇരിക്കുന്ന വ്യത്യാസമുണ്ട്. അങ്ങനെ ഇരിക്കും നമ്മൾ ഉറങ്ങത്തില്ല. കാരണം നമ്മുടെ ജഡത്തിന് ഉറങ്ങാൻ പറ്റുന്ന ഒരു പൊസിഷനിലല്ല നമ്മളായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നവർക്ക് മണിക്കൂറുകൾ ഇരിക്കാൻ പറ്റുന്നതിന്റെ കാര്യം അതാണ്. മനസ്സിലായത്? നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ലേ. അപ്പൊ ഓരോരുത്തരും ദൈവത്തോട് ചെയ്യുന്ന, ദൈവത്തിന്റെ മുമ്പിലേക്ക് അവരവരുടെ ജഡത്തെ അല്ല നോക്കുന്നത്, അവര് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കും. ഹല്ലേലൂയ. മണിക്കൂർ മാത്രമേ 24 മണിക്കൂറൊക്കെ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുമ്പോഴത്തേന് നമ്മൾ പുറമെ അവർ സ്റ്റേജിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ആമേൻ അവരുടെ വായുന്ന അസാമാന്യ ദൂതുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാണും. ദൈവമേ ഇതെങ്ങനെയാ കർത്താവേ, ഇതെന്താ എനിക്ക് പറ്റാത്തതെന്നൊക്കെ ആദ്യമൊക്കെ ഞാൻ ആലോചിക്കാം. പക്ഷേ അവരുടെ പ്രാർത്ഥനാ ജീവിതം ഇങ്ങനെ മനസ്സിലായപ്പോൾ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് മനസ്സിലാകും. നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? സാധിക്കാത്തതിന്റെ കാര്യം തന്നെ. അപ്പൊ ദൈവാത്മാവ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ദൈവത്തിന്റെ മനസ്സ് ആരായാനായിട്ട് എങ്ങനെ സാധിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവിനാൽ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്കാണ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അതിന് വിധേയപ്പെട്ട് നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന അറിയാൻ ആഗ്രഹത്തോടു കൂടി നമ്മൾ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യും. പരിശുദ്ധാത്മ നമ്മളെ പ്രേരിപ്പിക്കുന്ന സമയത്ത് നമ്മളത് അനുസരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മൊക്കെ വെളിപ്പെടുത്തുന്നത്. വെറുതെ വെളിപ്പെട്ട് കിട്ടത്തില്ല. നമ്മൾ ഓരോരുത്തർ വ്യക്തിപരമായി എടുത്താലും നമുക്കറിയാം അല്ലേ, നമ്മളൊരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വന്ന് വളരെ ക്ലോസ് ആയി, വളരെ ആഴമായി, വളരെ എന്താ പറയാ ഭയങ്കര അടുപ്പമൊക്കെ ആയി, ഭയങ്കര സിൻസിയർ ഫ്രണ്ട്സ് അല്ലെ, എന്താ പറയാ അത്രത്തോളം അല്ല ആഴത്തിലേക്ക് എത്തുമ്പോഴേ
നമ്മൾ നമ്മുടെ ഹൃദയം അവർക്ക് വേണ്ടി തുറക്കത്തുള്ളൂ. നമ്മുടെ മനസ്സുള്ളവർക്ക് പറയാൻ പറ്റും. നമ്മൾ അവരോട് പറയത്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ വിഷയം, നമ്മള് പറയണ്ട, അത്രയും അടുപ്പമുള്ളവർ തമ്മിൽ കാണുമ്പോൾ ഹൃദയത്തിൽ വേദന ഉണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ആ ഒരു സന്തോഷം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ചോദിക്കും എന്ത് പറ്റി എന്ന് ചോദിക്കും. ഒന്നുമില്ല, അങ്ങനെയല്ലല്ലോ, കണ്ടിട്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കാൻ ശ്രമിക്കും. കാരണം നമ്മൾ അറിയും. കാരണം വെച്ചാൽ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ പരിശുദ്ധാത്മാവിനെ തുടങ്ങി നമുക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു ബന്ധത്തിലേക്ക് എത്തണം. നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുമ്പോൾ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹങ്ങൾ എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് എങ്ങനെയാ? 12-ാം വാക്യം, നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകി അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമ്മൾ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ലോകത്തിന്റെ ആത്മാവ് നമ്മളുണ്ട് കേട്ടോ, അതിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിനുള്ള ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അറിയാനായി. ദൈവം എന്തൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ എങ്ങനെ അറിയിച്ചാ ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ അറിയത്തു അല്ലെ. ദൈവം നമുക്ക് എന്തൊക്കെ അവകാശങ്ങൾ തന്നിട്ടുണ്ട്, എന്തൊക്കെ അധികാരങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി. പക്ഷെ ഇത് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രം അതറിയാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നത്. അപ്പൊ നമ്മൾ ആത്മാവിലൂടെ അല്ലാതെ ദൈവത്തിൽ നിന്നുള്ളതൊന്നും നമുക്കറിയാൻ പറ്റും. ബുക്ക് വായിച്ച അറിവിലൂടെ ഒന്നും നമുക്ക് ദൈവത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അത് നമുക്ക് ഉണ്ടെന്ന് കാണാൻ പറ്റത്തില്ല. വചനം എഴുതി വെച്ചിട്ടുണ്ട്, ശരിയാണ്. നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഒരു എന്താ പറയാ, ഒരു അറിവായിട്ട് നമുക്കത് വായിച്ചെടുക്കാം. പക്ഷേ ആ അറിവിൽ അത് നമ്മൾ ലിമിറ്റ് ചെയ്യും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ സംഭവിച്ച കാര്യങ്ങളും ഓരോരുത്തരുടെ അനുഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെയാണ് ഹല്ലേലൂയ. പക്ഷെ ഇത് ഞാൻ പറയാം, ദൈവം എപ്പോഴും സാറാമ സിസ്റ്റർക്ക് പ്രവർത്തിച്ച പോലെ, വീര സിസ്റ്റർക്ക് പ്രവർത്തിച്ച പോലെ അല്ല എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എനിക്ക് വേണ്ടി ദൈവം അത് എങ്ങനെ പ്രവർത്തിക്കും, അല്ല ദൈവം എന്നോടുള്ള എന്റെ ബന്ധം എന്താണ്, ദൈവത്തിന് എന്നോടുള്ള മനസ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയണമെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അവർക്കത് ചെയ്തല്ലോ അപ്പൊ എനിക്ക് ചെയ്തു, ഇവർക്കിത് ചെയ്ത് എനിക്കത് ചെയ്തു. നോ, ദൈവം ഒരാൾക്ക് വേണ്ടി പ്രവർത്തിച്ചാണ് കാര്യത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവം ഒരാൾക്ക് വേണ്ടി വെളിപ്പെടുന്ന കാര്യത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെടും. നമ്മളുമായിട്ട് വ്യക്തിപരമായി ബന്ധം എത്രത്തോളമാണോ അതനുസരിച്ചായിരിക്കും ദൈവം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ദൈവത്തോട്? ചോദ്യം നിങ്ങളൊക്കെ ഓരോരുത്തരും ദൈവത്തോട് ചോദിക്കാറുണ്ടല്ലോ, ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? സരമശ്രദ്ധ ഏറ്റവും വലിയ കർത്താവിനോട് പറഞ്ഞ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? കർത്താവിന് പ്രയോജനപ്പെടണം. കർത്താവിന് പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. വീണ സിസ്റ്റർ എന്താ ദൈവത്തോട് ഏറ്റവും കൂടുതൽ വലിയ ആഗ്രഹമായിട്ട് പറയുന്നത്? എല്ലാവരുടെ ആഗ്രഹങ്ങളും വ്യത്യസ്തമായിരിക്കും. കൂടുതൽ കൃപ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടുതൽ എനിക്ക് അനുഭവിച്ചറിയാം. ഗേല സിസ്റ്റർ എന്താ പറയുന്നത്? ദൈവത്തോട് ചോദിക്കുന്നത്. എന്റെ ആഗ്രഹം ഞങ്ങള് കുടുംബമായി ആത്മാവിൽ കർത്താവിനോട് ചേർന്ന് സന്തോഷിക്കുന്ന ഒരു അനുഭവം ഒത്തിരി നാളും ആഗ്രഹിച്ചിരിക്കുക കുടുംബമായിട്ട്. നമ്മുടെ ചെങ്ങന്ന ജോളി ആന്റിയുടെ ആഗ്രഹം എന്താ? ജോളി ആന്റി കർത്താവിനോടുള്ള പറയുന്നത്? ദൈവത്തോട് എപ്പോഴും ചേർന്നിരിക്കണം. സിസ്റ്റർ? ഇപ്പൊ എനിക്ക് വലിയ ആഗ്രഹം, ദൈവം ഒത്തിരി മെസ്സേജ് കേൾക്കുന്നില്ല, ഒരു ദൈവ ശബ്ദം കേട്ടു സംസാരിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഞാൻ ഈയിടെ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ശബ്ദം ഒന്ന് കേൾക്കണമെന്ന്. കരുതാപ്പള്ളി ഉള്ള ആന്റി എന്താ പറയുന്നത്? ഇല്ലേ? മ്യൂട്ടാണോ? നല്ല മ്യൂട്ടാ. ഓക്കെ, ഓരോരുത്തരുടെ വ്യക്തിപരമായി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് ഓക്കെ. എന്താ ദൈവത്തോട് പറയുന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹം? പറയുന്ന അപ്പനോട് ചേർന്ന് നിന്ന് ആത്മാവിന്റെ ആ വലിയ ഒരു നിറം പ്രാപിക്കണം. സ്തോത്രം. ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ് എന്റെ ആഗ്രഹം.
ഞാൻ എപ്പോഴും കർത്താവിന് വന്ന എന്റെ ആഗ്രഹം കർത്താവിനെ കാണണം. കർത്താവിനെ കേട്ടിട്ടുണ്ട്, കർത്താവ് സംസാരിക്കുന്നത് അവൻ മനുഷ്യ ശബ്ദം, പക്ഷെ എനിക്ക് കർത്താവിനെ കാണണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. പണ്ട് തുടങ്ങിയിട്ട് ഞാൻ വിശ്വാസി വന്നപ്പോൾ തുടങ്ങിയിട്ട് ഹാലേലൂയ ഞാൻ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്കൊന്ന് കാണണം. ഹാലേലൂയ. അപ്പൊ എന്നോട് പലരും പറയാറുണ്ട് ഹാലേലൂയ കർത്താവ് ഇപ്പൊ പഴയ യേശുക്രിസ്തുവിന്റെ പഴയ രൂപത്തിലൊന്നും അല്ല. ഞാൻ ഒരിക്കലും അല്ല കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ഉറക്കത്തിലാണെന്ന് മാത്രമല്ല എന്റെ അടുത്ത് കട്ടലിന്റെ അരികെ നിൽക്കുന്നു. പക്ഷെ അതെനിക്ക് ഞാൻ പറയാം എനിക്ക് അങ്ങനെ കണ്ടാൽ പോല ശരിക്കും നമ്മുടെ കൺമുമ്പിൽ എനിക്ക് കാണണമെന്നുള്ള. അപ്പൊ എന്നോട് ഒരു സിസ്റ്റർ അങ്ങനെ പറയപ്പോഴത്തെ കർത്താവിനെ കണ്ടാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് മുമ്പ് ഞാൻ പറയാം എനിക്ക് താങ്ങാൻ പറ്റുന്ന രീതി കർത്താവിനറിയാലോ എന്റെ കപ്പാസിറ്റി എന്താണ്, അല്ലെ? ഞാൻ എവിടെ വരെ എന്ത് കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് എന്നെക്കാട്ട് നല്ലോണം അറിയുന്നതാണ് കർത്താവ്. അപ്പൊ എനിക്ക് താങ്ങാൻ പറ്റുന്ന, എന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന രീതി, എന്റെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള രൂപത്തിൽ വന്നാൽ മതി എന്നെ എന്ന് പറയും. അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് അല്ലെങ്കിൽ മരിച്ചു എന്നിട്ട് കർത്താവിനെ കാണുന്നതല്ല, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ കർത്താവിനെ ഒന്ന് കാണണമെന്ന് എല്ലാവരും പറയേണ്ടത്. ദൈവമായിട്ട് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്, പരിശുദ്ധാത്മായിട്ട് നമ്മൾ എൻകൗണ്ടർ ചെയ്യാറുണ്ട് പലപ്പോഴും, അല്ലെ? ദൂതന്മാരുമായിട്ട് നമ്മൾ എൻകൗണ്ടർ ചെയ്യാറുണ്ട് പലപ്പോഴും. പക്ഷെ ദൈവമായിട്ട് എൻകൗണ്ടർ ചെയ്ത് കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് തന്നെ എൻകൗണ്ടർ ചെയ്തിട്ടുള്ളത് വളരെ കുറച്ച് ആൾക്കാർ പറയാറുണ്ട്. മിക്കാറ് ആൾക്കാർ ഈ വിശ്വാസത്തിൽ പലരും. അപ്പം എന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വപ്നം പോകരുത് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങള് ഒരു ദിവസം 2 ദിവസം അല്ലെ 1 മാസം 1 വർഷം 2 വർഷമായി ഈ കാലങ്ങൾ കഴിയുമ്പം ഈ ആഗ്രഹത്തിന് മങ്ങലേൽക്കരുത്. ഈ ആഗ്രഹത്തിന്റെ തീഷ്ണത വർദ്ധിച്ച് വരണം. എനിക്കിത് വേണം, എനിക്കിത് കഴിയണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഓരോരുത്തരുടെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ അല്ലെ, എസ്പെഷ്യലി ഞാൻ പറയാ ഈ ദൈവശബ്ദം കേൾക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിക്കുക തന്നെ ചെയ്യും, അല്ലേ? അപ്പം ഇവിടെയൊക്കെ നമ്മൾ ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് ഓരോരുത്തരുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ആ ആഗ്രഹം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തോന്നിപ്പിച്ച ആഗ്രഹം, അല്ലെ ഈ ആഗ്രഹം ഹാലേലൂയ അങ്ങനെ നമ്മൾ പറയത്തില്ല ജ്വലിപ്പിച്ച് നിർത്തും. ഇത് കിട്ടാതെ ഞാൻ അടങ്ങത്തില്ല, എനിക്കിത് വേണം. ഇത് പ്രാപിക്കാതെ, ഈ പറഞ്ഞ കാര്യം പ്രാപിച്ചെടുക്കാതെ, ഇത് സാധിച്ചെടുക്കാതെ ഹാലേലൂയ ഞാൻ എന്റെ ലൈഫിന് സ്വസ്ഥത കൊടുക്കൂല എന്ന് പറഞ്ഞ് അത്ര ഒരു തീഷ്ണത, നമ്മുടെ തമിഴിൽ പറഞ്ഞു വൈരാഗ്യത്തോടെ എന്ന് വെച്ചാൽ ഇതല്ല, ഭയങ്കര അതിതീഷ്ണത എന്നുള്ള മീനിങ്ങിൽ അവരത് പറയുന്നത്. ഹാലേലൂയ നമ്മുടെ ഇതല്ല, വെറുപ്പം വൈരാഗ്യമല്ല, അത്രത്തോളം ആഗ്രഹത്തോടെ വാഞ്ചയോടെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിക്കണം, ചോദിക്കുന്നവർക്ക് അളകൂടാതെ ദൈവം തരാവുന്ന പരിശുദ്ധ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറഞ്ഞു വരുന്നതിനെ കുറിച്ചും ആ ശബ്ദം കേൾക്കുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഇതെല്ലാം ഹാലേലൂയ നമ്മുടെ അവാഞ്ചയായി മാറും. ആഗ്രഹം വാഞ്ച നമ്മൾ രണ്ട് നമ്മുടെ തീഷ്ണമായ ആഗ്രഹത്തിന് വാഞ്ചയെന്ന് പറയും, അല്ലെ? ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച അത് ലഭിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തിൽ ഒന്നിനു വേണ്ടിയിട്ടല്ല നിങ്ങൾ ആരും മറുപടി പറഞ്ഞു. കാരണം വെച്ചാൽ ചില ആൾക്കാർക്ക് ഈ ലോകത്തിൽ പല കാര്യങ്ങൾ, പക്ഷേ ദൈവത്തിൽ നിന്നുള്ളത് ഹല്ലേലൂയ പ്രാപിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ വാഞ്ച, നമ്മൾ ചോദിച്ച ദൈവം അളകൂടാതെ തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിച്ചതൊക്കെ ദൈവത്തെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത് ഒഴിച്ച് ബാക്കി എന്ത് ചോദിച്ചിട്ടില്ലും കർത്താവ് അതെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഒന്ന് ചോദിച്ച 10 തന്നിട്ടുണ്ട് പറയുന്നത് എനിക്ക് സാധിപ്പിച്ച തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം അതെന്താ വെച്ചാൽ ആത്മാവിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്, നമുക്ക് തരും. അല്ല ഇവിടെ ആത്മാവിനൊപ്പം ഇവിടെ പറഞ്ഞ 12-ാം വാക്യം ഇവിടെ നാമോ ലോകത്തിന്റെ ആത്മാവല്ല, ദൈവം നമുക്ക് നൽകിയിട്ട് അറിവാനെ ദൈവത്തിന്റെ ആത്മാവത്തെ. അപ്പൊ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് എന്തൊക്കെയാണ് അറിയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അതിനുവേണ്ടി ആത്മാവിനെ നമുക്ക്. അപ്പൊ നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുക എന്ന് വെച്ചാൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂടുതൽ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഉള്ള പരിശുദ്ധാത്മാവിനെ കഴിഞ്ഞ ദിവസം കണ്ട വെളിപ്പാട് പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനെ നമ്മൾ പിടിച്ച് അമുക്കി വെക്കരുത്. നമ്മൾ പൂർണ്ണതയോടെ ഹാലിൽ പ്രവർത്തിക്കാനായിട്ട്, നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വെളിപ്പെടാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പലപ്പോഴും നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ള കുറ്റം നമ്മളുള്ളത്. ആഗ്രഹമുണ്ട്, അറിയണം, ഇഷ്ടമുണ്ട്, ഹല്ലേലൂയ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മളെ അങ്ങ് വിട്ടുകൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എനിക്ക് കൊമ്പുകള് പറയുകയാണ് ഇത്രയൊക്കെ കയറിയാൽ മതി കേട്ടോ, ഇവിടം വരെയൊക്കെ പടർന്നാൽ മതി കേട്ടോ, ഈ ഭാഗമൊന്നും തൊടണ്ട കേട്ടോ, ഈ ഭാഗമൊക്കെ അവിടെ ഞങ്ങള് കൊമ്പായിട്ട് തന്നെ നിന്നോട്ടെ, മുന്തിരി വള്ളി അപ്പുറത്ത് നിന്നാൽ മതി, ഈ ബ്രാഞ്ചിലേക്ക് വരണ്ട.
ആമിഹാല ആ ബ്രാഞ്ചിലേക്ക് പോകണ്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പൊക്കത്തിലേക്ക് വന്നാൽ മതി, ആ മുകളോട്ട് പോകുന്നതിനകത്തിട്ട് കയറണ്ട എന്ന് പറയുന്ന ഏറ്റവും ആമിഹാല പൊങ്ങി നിൽക്കുന്ന ഹെഡായിരിക്കും നിൽക്കുന്ന ആ തലയിലേക്ക് കയറണ്ട എന്ന് ഇപ്പൊ നമ്മള് മുന്തിരി വള്ളിയോട് പറയുന്ന പോലെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മളെ ഹല്ലേലൂയ പൂർണ്ണതയോടെ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പൂർണ്ണമായി കൺട്രോൾ ചെയ്ത്, പരിശുദ്ധാത്മാവ് നമ്മളെ ഡ്രൈവ് ചെയ്ത്, ഒരു വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന പോലെ വണ്ടിക്ക് അവിടെ റോളില്ല. ഡ്രൈവർ എങ്ങോട്ടൊക്കെ സ്റ്റിയറിംഗ് തിരിക്കുന്നു അങ്ങോട്ടൊക്കെ വണ്ടി പോകുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മൾ, പരിശുദ്ധാത്മാവിന്റെ കയ്യിലായിരിക്കണം നമ്മുടെ സ്റ്റിയറിംഗ്. നമ്മൾ പലരും സ്വയം വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഡ്രൈവറോട് പറയും ഇവിടെ മാറിയെന്ന് ഉറങ്ങിക്കോ, ഞങ്ങൾ ഓടിക്കൊള്ളാം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ പൊസിഷൻ മാറണം. ആ ലെവലിൽ മാറിയിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് നമ്മുടെ സ്റ്റിയറിംഗ് കൊടുക്കുന്നവരാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നിടത്തേക്ക് ആയിരിക്കില്ല പരിശുദ്ധാത്മാവ് കൊണ്ട്. നമുക്ക് പലയിടത്തും പോകാൻ ഇഷ്ടങ്ങളും പരിശുദ്ധാത്മാവ് അവിടൊന്നും കൊണ്ടുപോകത്തില്ല, അങ്ങോട്ടൊന്നും യാത്രയെ സമ്മതിക്കത്തില്ല. ചില ബന്ധങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് പറയും ഇത് വേണ്ട, കട്ട് ചെയ്യാൻ പറയും. ചില സാധനങ്ങളൊക്കെ അത് വേണ്ട, ഉപേക്ഷിക്കാൻ പറയും. ചിലതൊക്കെ നമ്മളുടെ സംസാരം പോലും, നമ്മുടെ നാവിനെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാതിനെ, അങ്ങനെ സകലത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും പരിശുദ്ധാത്മ. ചിലതൊക്കെ അങ്ങനെ പറയുമ്പം ഹല്ലേലൂയ നമ്മൾ ചില വാക്കങ്ങനെ പറയാൻ വാ തുറക്കാൻ നമ്മൾ വീഴുന്നു പലപ്പോഴും. കാരണം അത് വാ തുറന്നു വരുമ്പോഴേക്കും നോ പറയുന്നു. അപ്പം പയ്യെ അത് പെരുങ്ങിയിട്ട് ഇങ്ങോട്ട് പോകാൻ നോക്കണം. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒന്ന് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ആഴങ്ങൾ ഹൃദയത്തിലേക്ക്, ദൈവവും നമുക്ക് ദൈവത്തിലുള്ള ആത്മാവിനെ അത്രയും നാം പ്രാപിച്ച് അത് അറിയാൻ പറ്റത്തുള്ളൂ. അടുത്തത് പറയുന്നത്, അത് ഞങ്ങൾ മനുഷ്യനെ ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിച്ച വചനങ്ങൾ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. അപ്പൊ മനുഷ്യാത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അവിടെ എടുത്തെഴുതണ്ട. മനുഷ്യാത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളുണ്ട്. അതാണ് വചനം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്നതാണ് മനുഷ്യാത്മാവ് ഉപദേശിക്കുന്ന വചനം. ഹല്ലേലൂയ. പല വചനം എടുത്തിട്ട് അതിന്റെ വെളിപ്പാടുകൾ മാറി ദൈവത്തിന്റെ ആത്മ എങ്ങനെ എഴുതിയിരിക്കുന്നത്, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പുതിയ നിയമത്തിൽ കണ്ടേക്കുന്ന ഉപദേശമാണ് കമ്മൽ മാല ഉപയോഗിക്കുന്നത്, സ്വർണ്ണം ഉപയോഗിക്കുന്നത് പറയുന്നത്. അത് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വചനത്തെ വളച്ചു പൊടിച്ച് വ്യാഖ്യാനിക്കുന്നതാണ്. അതുപോലെ ഡ്രസ് കോഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വചനത്തെ വളച്ചൊടിക്കുന്നതാണ്. ഇതുപോലെ പല ഉപദേശങ്ങളും നമുക്ക് ഇന്ന് കാണാൻ പറ്റും. ആ ഉപദേശങ്ങളൊക്കെ മനുഷ്യാത്മാവിൽ ഉപദേശിക്കുന്ന വചനം. പല പഠിപ്പിക്കലും പല വചനം നമ്മൾ കേട്ടോണ്ട് അയ്യോ കർത്താവ് ഇത് അങ്ങനെ അല്ലല്ലോ എന്ന്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉദ്ദേശിച്ചത്. പല ആൾക്കാരും എപ്പോഴും പറയാണ്ട് ക്രിസ്തുവിന്റെ തലയാകുന്ന പുരുഷൻ സ്ത്രീയുടെ തല പുരുഷനാണ്. ഹല്ലേലൂയ. ഒരു സഭയ്ക്ക് നമ്മൾ വിധേയപ്പെട്ട് നിൽക്കുന്ന പോലെ പുരുഷന് വിധേയപ്പെട്ട് നിൽക്കണം. ഹല്ലേലൂയ. അത് ആ പറയുന്ന ഓർഡർ കറക്റ്റ് ഓർഡർ. പക്ഷേങ്കില് അതിനെ എടുത്തുകൊണ്ട് പലരും സ്ത്രീ പുരുഷന് കീഴടങ്ങണം എന്നുള്ളത് ദൈവ നിയമപ്രകാരം, ഡിസിപ്ലിൻ പ്രകാരം അത് കറക്റ്റാണ്. പക്ഷേങ്കില് എങ്ങനെയുള്ള പുരുഷന് കീഴടങ്ങുന്ന ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ എങ്ങനെ സ്നേഹിക്കണം എന്ന് വെച്ചാൽ ഞാൻ സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. കാരണം വെച്ചാൽ കർത്താവ് യേശുക്രിസ്തു സഭയെ സ്നേഹിച്ചത് അവരുടെ ക്വാളിറ്റി നോക്കിയിട്ടോ അവരുടെ ക്യാരക്ടർ നോക്കിയിട്ടോ അല്ല. അതുപോലെ പുരുഷൻ സ്ത്രീയിൽ എന്ത് കുറവുണ്ടെങ്കിലും അതിനെ എല്ലാം അതിനെ കവിയുന്ന സ്നേഹത്താൽ അതിനെ മൂടാൻ കഴിയണം. എന്നിട്ട് സ്നേഹിക്കാൻ കഴിയണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നമ്മള് ദൈവം പറഞ്ഞൊരു വാക്യമാണ്, ഞാൻ ആരോടൊക്കെ ഷെയർ ചെയ്തത്. കൃപയാൽ നമ്മളെ ഇതിനകത്ത് കൃപയാൽ നീ വായ്പ കൊടുക്കണം അല്ലെ. കൃപയാലാണ് ഞാൻ വായ്പ കൊടുക്കുന്നതെങ്കിൽ, ഒരാൾക്ക് പൈസ ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ എന്താ ആ കൃപ കൊടുക്കുമ്പോ മാത്രമല്ല അവസാനം വരെ അത് വെളിപ്പെടണം. പോലെ ഇപ്പൊ നമ്മൾ പറയുന്ന കണക്ക് നമ്മളേത് വാങ്ങിക്കൊണ്ട് പോയി അവർക്ക് തരാൻ പറ്റിയില്ലെന്നിരുന്നു. നമ്മളെന്താ കൃപയാൽ അവര് ബുദ്ധിമുട്ടിക്കരുത്. അവിടെ ആ കൃപ വെളിപ്പുണ്ട്. അടുത്ത നമുക്ക് ചിലപ്പോൾ ഒത്തിരി ആവശ്യങ്ങളുണ്ടാവും, എന്നാൽ അവർക്ക് തരാൻ പറ്റുന്നില്ല. അപ്പോഴും നമ്മുടെ കൃപ അവിടെ വെളിപ്പെടണം. ഓക്കെ. അടുത്ത കുറച്ചുകൂടെ പരിശുദ്ധമ കഴിഞ്ഞ ദിവസം എനിക്ക് കയറ്റി പറഞ്ഞെന്ന് കാര്യം വെച്ചാൽ, ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ ആള് നമ്മളെ കുറിച്ച് ആവശ്യമുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞു നടക്കുകയാണ്. ഗോസിപ്പും പറഞ്ഞ് നമ്മളെ കുറിച്ച് കാണുന്നവരോടൊക്കെ മോശം പറഞ്ഞിട്ട് നടക്കുക.
അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇനിയിപ്പോ അത് അവരുടെ കയ്യിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരല്ലേ എന്നാ അതിങ്ങനെ ചോദിക്കുക. അവിടെ പോയി നമ്മുടെ കൃപ പോയി. അവൻ നമ്മളെ സ്നേഹിക്കാതിരിക്കുമ്പോൾ, ദേഷിക്കുമ്പോൾ, നമ്മളെക്കുറിച്ച് സകല അസൂയം പറയുമ്പോൾ, വിരോധിക്കുമ്പോൾ, നമുക്ക് എപ്പോഴും ദോഷമായി പ്രവർത്തിക്കുമ്പോഴും ഒക്കെ അവിടെ എല്ലാം വെളിപ്പെടണം നമ്മുടെ ഈ കൃപ. കർത്താവ് യേശു ക്രിസ്തു അങ്ങനെയാ കൃപ നമ്മളോട് വെളിപ്പെടുത്തിയേക്കുന്നത്. അൺമെറിറ്റഡ് ഫേവർ എന്നാണ് പറയുന്നത്, അല്ലേ? അർഹതയില്ലാത്തില്ല. അപ്പൊ അവർക്ക് ഒരു അർഹതയും ഇല്ല, അവർക്ക് അതിന് വലിയ അർഹതയൊന്നുമില്ല, അതുകൊണ്ട് നമുക്കത് ചെയ്തേക്കാം എന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, അല്ലെ? അവരത് അർഹിക്കുന്നില്ല എന്ന് പറയും. പക്ഷെ ഈ അർഹത നോക്കിയിട്ടാണെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, നമുക്കും യാതൊരു അർഹതയും ഇല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്ന് പരിശുദ്ധാത്മ അഭിഷേകപ്പെട്ട് ഇന്ന് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ അങ്ങനെ വെച്ച് നോക്കണം, നമുക്ക് അർഹതയില്ല, നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം വെളിപ്പെടുന്ന കൃപ നമുക്ക് വേണ്ടി വെളിപ്പെടും. നമ്മൾ മറ്റൊരു മനുഷ്യരോട് കൃപ കാണിക്കുമ്പോൾ അതുപോലെ ആയിരിക്കണം കൃപ കാണിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഹല്ലേലൂയ അതിനെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഇത് നിങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ മറ്റു ഭാഗം എവിടെ? ദൈവം ചെയ്യുന്ന എല്ലാത്തിനും കംപ്ലീറ്റ് ഒരു കംപ്ലീഷൻ ഉണ്ട്. ഹല്ലേലൂയ. അവിടെയൊക്കെ നമ്മൾ ഹല്ലേലൂയ നമ്മളുടെ ജീവിതത്തിലും അത് അതുപോലെ വെളിപ്പെടുത്തണം. നമ്മൾ ഒരു സൈഡ് നമുക്ക് ഗുണമുള്ള സൈഡ് മാത്രം നമ്മൾ നോക്കും, നമുക്ക് ഇത് ദോഷമുള്ള സൈഡൊക്കെ നമ്മളങ്ങ് മാറ്റി വെക്കും, അല്ലെ? നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മളിങ്ങനെ പിടിക്കും, ഇഷ്ടമില്ലാത്തൊക്കെ പയ്യെ അങ്ങോട്ട് മാറ്റി വെക്കും. ആ ഭാഗത്ത് അങ്ങനെയല്ല, ഒരു കംപ്ലീറ്റ് ഹല്ലേലൂയ നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മളിലേക്ക് ഹല്ലേലൂയ പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ പറയുന്ന ഹല്ലേലൂയ മാനുഷ്യ ജ്ഞാനത്താൽ വചനത്തെ ഉപദേശിക്കുന്നു, ദൈവിക ജ്ഞാനത്താൽ തന്നെ, അല്ലെ? അതേ പറയുന്നത് മാനുഷ്യ ജ്ഞാനത്തെ ഉപദേശ വചനങ്ങളെ തന്നെ ഞങ്ങൾ എന്താണ് ഉപദേശ വചനങ്ങളെ അത് ഞങ്ങൾ മനുഷ്യജ്ഞാന ഉപദേശ വചനങ്ങൾ അല്ല, ആത്മ ഉപദേശ വചനങ്ങൾ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിക്കണമെങ്കിൽ ഒരിക്കലും അവയുടെ മാനുഷ്യ ജ്ഞാനത്താൽ വചനത്തെ തെളിയിക്കാൻ പറ്റത്തില്ല, ആത്മീയമായ ജ്ഞാനത്താൽ മാത്രമേ തെളിയിക്കാൻ പറ്റും. ചില ആൾക്കാർ നമ്മളോട് വെറുതെ തർക്കിക്കാനും വഴക്കുണ്ടാക്കാനായിട്ട് മാത്രം വരും, അവരെയൊക്കെ വിട്ടുകളയാൻ നമ്മൾ അവരെ തർക്കിച്ച് തെളിയിക്കേണ്ട കാര്യമില്ല. കാരണം അവര് മാനുഷ്യമായ ജ്ഞാനോ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്, പക്ഷെ അവരോട് തർക്കിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. കാരണം ഇന്ന് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രസ്താവനയാണ് പലരുടെ വായിന്ന്, ഞാനും കേൾക്കാറുണ്ട് പലപ്പോഴും പറയാണ്, പെന്തക്കോസ്തുകാരൻ 99 പെന്തക്കോസ്തുകാരന്മാരെല്ലാം കള്ളന്മാരാണ്. ഞാൻ പറയും അങ്ങനെ അടച്ച് ആക്ഷേപിക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് ഹല്ലേലൂയ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ കൺമുമ്പിൽ കാണുന്ന മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ നിൽക്കുന്ന പലരിലും ചിലപ്പോൾ കള്ളത്തരങ്ങൾ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റും, നമ്മൾ പറഞ്ഞു പോകും. പക്ഷേ ഞാൻ പറയാം അതിന്റെ മറ്റൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ ലോകത്ത് അറിയാത്ത, പ്രശസ്തരും പേരുമില്ലാത്ത നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ പോയി കഷ്ടപ്പെടുന്ന, സ്വന്തമുള്ളതെല്ലാം വിറ്റ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോലും വകയില്ല, ഒരു നേരത്തെ ഭക്ഷണം പോലും വരെ കഴിക്കാൻ കഴിയാതെ എന്നിട്ട് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തേക്കുന്നത് അനേകം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഈ പെന്തക്കോസ്തുകാരെല്ലാം കള്ളന്മാരെ അവരെ കൂടെ അടച്ചാക്ഷേപിക്കുക ചെയ്യും, നമ്മൾ അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്തേ പറയുന്നു. അപ്പൊ അത് നീതിയല്ല. ശരിയാ, കള്ളത്തരമുള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അതെല്ലാത്തിനകത്തും ഉണ്ട്. പെന്തക്കോസ്തെന്ന് മാത്രമല്ല, അപ്പം സ്വാമിമാരെ എടുത്താലും പള്ളിയച്ചന്മാരെ എടുത്താലും ബിഷപ്പുമാരെ എടുത്താലും എല്ലാവരെ എടുത്താലും സാധാരണ മനുഷ്യരെ എടുത്താലും ഭരണാധികാരികളെ എടുത്താലും എല്ലായിടത്തും ഉണ്ട്. കാരണം ഈ ലോകം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ഈ ലോകത്തിന്റെ സിസ്റ്റം പിശാചിന്റെ കയ്യിലായിരിക്കും. പക്ഷേ ഈ ഭൂമിയിലാണ് ഈ ലോകം സൃഷ്ടിച്ചേക്കുന്നത്, ഈ ഭൂമിയിലുള്ള ലോകം. പക്ഷെ ഭൂമി അതിന്റെ പൂർണ്ണതയും യഹോവയുടെ കയ്യിലാണ്. ആമേൻ. എന്റെ വീട് എന്റെ കയ്യിലാണ്, എന്റെ വീടിന്റെ ഒരു മുറി ഞാൻ ആർക്കെങ്കിലും കൊടുത്ത അത് അവരുടെ കയ്യിലായിരിക്കുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ അവർക്ക് പറയാൻ പറ്റും ഈ വീടിന്റെ ഭരണം മൊത്തം എന്റെ കയ്യിലെന്ന് പറയാൻ പറ്റും? ഇല്ല. അതുപോലെ പിശാചിന്റെ ലോകം. അപ്പൊ ലോകം ഭൂമിയിലാണ് ലോകം ഉള്ളത്. അല്ലെ? ഭൂമി ആരുടെ വെച്ചാൽ കർത്താവിന്റെ, ഭൂമിയുള്ള പൂർണ്ണത സകലം ദൈവത്തിൻ്റെതാണ്. അതിനുള്ളിൽ ലോകത്തിന്റെ സിസ്റ്റം കൊണ്ടുവന്നിട്ട് ആ ലോകത്തിന്റെ സിസ്റ്റത്തിലായി എല്ലാം ആക്കി മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് കടന്ന കാര്യം കള്ളത്തരം. അപ്പൊ എല്ലാവരും കള്ളത്തരം കൊണ്ടുവിടുന്നതിന്റെ കാര്യം ഈ ലോകത്തിലായത് കൊണ്ടാണ്. നമ്മള് ദൈവരാജ്യത്ത് നിൽക്കുമ്പം ഈ ലോകത്തിൽ തന്നെയാണ് ദൈവരാജ്യം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുള്ളിൽ നിൽക്കുമ്പം നമ്മളിപ്പോ കടലിൽ കിടക്കുന്ന മത്സ്യത്തിന് ഉപ്പ് പിടിക്കാത്ത നമ്മളിൽ ലോകത്തിന്റെ ഒന്നും വരാൻ പാടില്ലെന്ന് നമ്മൾ പറയും എപ്പോഴും. പക്ഷെ നമ്മൾ ഈ ലോകം കണ്ണു തുറന്നാല് കാതു തുറന്നാല്
അങ്ങോട്ട് നടന്നത് ഇങ്ങോട്ട് നടന്നത് കാല് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ലോകത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അറിയാണ്ട് പലരെയും അതെങ്ങനെയാ ഇൻഫ്ലുവൻസ് ചെയ്ച്ച പരിശുദ്ധാത്മാവിനെ നമ്മൾ എത്രത്തോളം നമ്മെ പറഞ്ഞ വണ്ടി ഡ്രൈവ് ചെയ്യാൻ സ്റ്റിയറിംഗ് കൊടുക്കുന്നു, അതനുസരിച്ചിരിക്കും നമ്മൾ ലോകം കയറുന്നത്. അതുകൊണ്ട് പല ആൾക്കാരിലും അത് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിന്റെ കാരണം എന്താ വെച്ചാൽ അവരുടെ സ്റ്റിയറിംഗ് ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെ പിടിച്ചേക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ മനുഷ്യ ജ്ഞാനത്താലൊന്നും അതിനെ മാറ്റാൻ പറ്റില്ല. അത് ആത്മാവിന്റെ വചനം ആ ജ്ഞാനം പ്രസ്താവിക്കുന്നവരെ ആത്മാർക്ക് ആത്മാവിനെ തെളിയിക്കാൻ പറ്റും. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് പോഷത്വമാകുന്നു. അപ്പൊ പ്രാകൃത മനുഷ്യൻ എന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ കിടക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് ഇവിടമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരെ കുറിച്ച്. അവര് ദൈവാത്മാവിന്റെ ഉപദേശം അതിനകത്ത് ശിക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് പറയുന്നതിലും പ്രാകൃത മനുഷ്യന്മാരുണ്ട്. അവരാരും ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ലോകക്കാര് മാത്രമല്ല അവിടെ പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഉപദേശത്തെ കൈക്കൊള്ളാൻ നടക്കുന്ന എല്ലാവരും പ്രാകൃത മനുഷ്യന്മാരാണ്. ദൈവ മനുഷ്യന്മാർ ആത്മീയ മനുഷ്യരെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, അവർക്ക് ഉപദേശം കൈക്കൊള്ളുന്ന അവന് പോഷത്വമാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനത് പോഷത്വമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ കാര്യങ്ങൾ നമുക്ക് പോഷത്വമായിട്ട് തോന്നുമെങ്കിൽ അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യൻ എന്ത് തോന്നുന്നു വെച്ചാൽ ദൈവത്തിന്റെ കാര്യങ്ങൾ പോഷത്വമായിട്ട് തോന്നും. ഹല്ലേലൂയ, ആത്മീയമായി വിവേചിക്കേണ്ട ആകയാൽ അത് അവന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അവനത് പോഷത്വമായി തോന്നുക വെച്ചാൽ അവനത് ഗ്രഹിക്കാനുള്ള നോളജ് ഇല്ലെന്നേ. ആത്മീയന്മാർക്ക് മാത്രമേ ആത്മീയമായി ഗ്രഹിക്കും, മറ്റുള്ളവർക്ക് അത് കണ്ട മനസ്സിലാകത്തില്ല. ഇപ്പൊ നമ്മൾ പറയാം, നമ്മളിപ്പോ രോഗം വന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ലോകക്കാർക്ക് കണ്ടാലും മനസ്സിലാവുമോ? അത് ഗ്രഹിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് രോഗം നമ്മൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കും, മരുന്ന് ഹോസ്പിറ്റലിൽ പോകത്തില്ല എന്നല്ല എൻ്റെ അർത്ഥം, ഹോസ്പിറ്റലിൽ പോവാണ്. പക്ഷെ മരുന്നിന് പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത മേഖലയിൽ കയറി പ്രവർത്തിക്കാൻ കഴിയും ദൈവത്തിന് വിശ്വാസമുണ്ട് നമുക്ക്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ, നമുക്കൊരു ആവശ്യം നമ്മൾ എന്ത് കഴിച്ചാൽ തെക്കോട്ട് വടക്കോട്ട് ഓടാതെ പ്രാർത്ഥിക്കും നമ്മൾ ദൈവസന്നിധി. കാരണം അതൊന്നും പ്രാകൃത മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല, അവർക്കത് ഗ്രഹിക്കാൻ കഴിയത്തില്ല ഒരിക്കലും. പക്ഷെ നമ്മൾ ആത്മീയരാന്ന് പറയുമ്പോൾ നമുക്കത് കഴിയണം. പിന്നെ കഴിഞ്ഞ ദിവസം ആരെന്ന് എനിക്കറിയത്തില്ല ഹല്ലേലൂയ എന്നോട് പറഞ്ഞ ഭയങ്കര ടെൻഷൻ, ഭയങ്കര വിഷമം. അപ്പൊ എന്താ വെച്ചാൽ എന്തുകൊണ്ട് അത് വരുന്നത് വെച്ചാൽ അവർക്ക് ദൈവത്തിൽ ഹല്ലേലൂയ ഉറയ്ക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഹല്ലേലൂയ, ഞാൻ പറയാം, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാനും കുറച്ച് ഡിസ്റ്റർബ്ഡ് ഒക്കെ ആയി കാരണം എന്റെ വിഷയങ്ങളൊക്കെ. പക്ഷേ ഇപ്പൊ ഞാൻ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് അപ്പൊ എനിക്ക് ഹല്ലേലൂയ നമ്മുടെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവിന് കംഫർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമല്ല, സ്വസ്ഥമാക്കി ഇരുത്താൻ പറ്റാൻ മാത്രമേ നമ്മുടെ ബാക്കിയുള്ള എന്ന് വെച്ചാൽ നിന്റെ പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായി ഇരിക്കും. നമ്മുടെ ആത്മാവ് സുഖമല്ലെങ്കിൽ നമുക്ക് സകലത്തിലും ശുഭവും സുഖമായിരിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ആത്മാവിനെയാണ് പരിശുദ്ധാത്മ ആദ്യമായിട്ട് ബലപ്പെടുത്തുന്നത്. അവിടെ ബലപ്പെട്ട ഇപ്പൊ നാളെ 1,00,000 രൂപയുടെ അല്ലെ 10 ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ 10ന്റെ കാശില്ലെങ്കിൽ നമ്മൾ സുഖമായിട്ടിരിക്കും. അയ്യോ നാളെ എങ്ങനെയാ? നാളത്തെ കാര്യം നാളെയല്ലേ ദൈവം നോക്കും. ഇന്നെങ്ങനെയാ? ഇന്നിന്റെ കാര്യം ദൈവം അന്നു വേണ്ടെന്ന് തരുമെന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നോളും. ഇത്രേ ഉള്ളൂ. ഹല്ലേലൂയ, എനിക്ക് ദൈവം കൃപയാൽ ഞാൻ പറയുന്നത്. എന്റെ കയ്യില് ഹല്ലേലൂയ പൈസ ഇല്ല എന്ന് തീർന്നു വരുമ്പോഴത്തേനും തന്നെ ഇപ്പം കുറെ നാളുകളായിട്ട് ഞാൻ കാണുന്നുണ്ട്, ആ ഒരു ഇല്ലായ്മ വരുന്നില്ല. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ വേറെ കിടപ്പുണ്ട്. ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ കിടക്കുക, അതെല്ലാം പെൻഡിങ് തന്നെ. പക്ഷേ ദൈവ ദിനം തോറും വേണ്ടുന്നതെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സിസ്റ്റർ ഹല്ലേലൂയ അവിടെ കടന്നു വന്നിട്ട് ഒരു പൊതി കൊണ്ട് എന്റെ കയ്യിൽ തന്നു. ഹല്ലേലൂയ, ഞങ്ങൾക്ക് 500 ദിർഹംസ് ഉണ്ട്. ഹല്ലേലൂയ, കാരണം വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നമ്മൾക്ക് ചോദിച്ചിട്ട് നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ നമ്മളോട് നമ്മുടെ ആവശ്യങ്ങളൊന്നും അവരോട് പറഞ്ഞിട്ടല്ല. ഹല്ലേലൂയ, ഇത് കൊണ്ടുതരുമ്പോ വെച്ചാൽ ദൈവം നമ്മളെ കരുതുന്ന വിധങ്ങളാണ് ഞാനിപ്പ തീരുമ്പം ഹല്ലേലൂയ എവിടെ നിന്നൊക്കെയോ ഹല്ലേലൂയ എങ്ങനെയൊക്കെയോ കൊണ്ടുതരുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഇത് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ മുന്നേ കർത്താവേ എനിക്കത് തീർന്നു ഇത് തീർന്ന് തരണമേന്ന് പറയേണ്ട അവസ്ഥ ഇപ്പോൾ ദൈവം തരുന്നില്ല. ഹല്ലേലൂയ, അതിനെക്കാട്ടി മുന്നമേ അറിഞ്ഞു. ഹല്ലേലൂയ, ആമേൻ, ദൈവം തരുന്നുണ്ട്. ഹല്ലേലൂയ, എവിടെ നിന്നാണ് നമുക്ക് പക്ഷെ എന്നാ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതലില്ലാതെ നിൽക്കുന്ന വിഷയങ്ങൾ നിപ്പുണ്ട്. അപ്പൊ അതെന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ദൈവം നമുക്ക് പ്രൊവിഷൻസ് തന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ചില മേഖല ദൈവം തടസ്സപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം അതെന്നുള്ള തെളിവാണ്.
മനസ്സിലാവുന്നു. ചില വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ എന്റെ സാമ്പത്തികം തന്നെ ഇത് ഓപ്പൺ ആകുന്നില്ല. വലിയ വലിയ വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കും മുമ്പില്. പക്ഷെ നമുക്ക് വേണ്ടുന്ന പ്രൊവിഷൻസ് എല്ലാം ദൈവം തന്നുകൊണ്ടേയിരിക്കുന്നു. ഭക്ഷണത്തിന്, താമസം, അങ്ങനെ വേണ്ടുന്നതെല്ലാം അതെല്ലാം ദൈനംദിനം വേണ്ടത് തരുന്നെങ്കിൽ നമുക്കറിയാം ഈ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണെങ്കിൽ ഇതിനെ റിലീസ് ചെയ്യാൻ നിൽക്കുന്ന ദൈവം തന്നെ. നമ്മൾ തിരിച്ചറിയണം. പിശാച് തടഞ്ഞു വെക്കുന്നതും ദൈവം തടഞ്ഞു വെക്കുന്നതുണ്ട്. പിശാച് തടഞ്ഞു വെക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാലോ ശാസിച്ചാലൊക്കെ കിട്ടുള്ളൂ. ദൈവം തടഞ്ഞു വെച്ചേക്കുന്നത് എത്ര പ്രാർത്ഥിക്കുക, എത്ര ശാസിച്ചാലും എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും അത് അവിടെ തന്നെ നിൽക്കത്തില്ല. ദൈവത്തിന്റെ സമയത്തിന്റെ വെയിറ്റ് ചെയ്യാന്നുള്ളത് വേറെ ഒരു പ്രൊവിഷൻ അതിനകത്തില്ല. അതുകൊണ്ട് പിന്നെ അതിനെ കൊണ്ട് ടെൻഷനായിട്ട് അയ്യോ എനിക്ക് നടക്കുന്നില്ലേ, ഇത് കിട്ടുന്നില്ലേ എന്ന് വിചാരിക്കാതെ കൂളായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉപദേശിക്കാനുള്ളൂ. കാരണം അതെന്ന് വെച്ചാൽ അത് ദൈവം തുറക്കുന്ന സമയത്ത് തുറന്നു. അപ്പൊ ആത്മാവിന്റെ അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ദൈവാത്മാവ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം ഇത് പിശാച് കൊണ്ടുവരുന്നതാണോ, ഇത് മാനുഷ്യമായിട്ട് വന്നതാണോ, ഇത് ദൈവം അനുവദിച്ചതാണോ, ഇത് തിരിച്ചറിയണം. നമ്മൾ ഇത് എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കണക്ട് ഉണ്ടെങ്കിൽ ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. ദൈവം നമ്മളെ തടഞ്ഞു വെച്ചേക്കുന്ന ഒരു കാര്യത്തെ, അല്ല ദൈവമായിട്ട് കൊണ്ടുതന്ന് അനുവദിച്ചു തന്നൊരു കാര്യത്തെ ഇവിടെ കിടന്ന് ചവിട്ടി പൊട്ടിച്ച് പായും ചവിട്ടി കയറിയത് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. അത് അവിടെ തന്നെ നിൽക്കും. ഹല്ലേലൂയ. അതിനെ മാറ്റാനായിട്ട് നമുക്കും പറ്റത്തില്ല, പിശാചിനും പറ്റത്തില്ല. ഹല്ലേലൂയ. പിശാചിനെ നമ്മൾ എല്ലാത്തിനും കുറ്റം പറയരുത്. പിശാചിയായിരിക്കും പലപ്പോഴും പിശാച് അയ്യോ ഞാൻ അങ്ങനെ കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ അത് തിരിച്ചറിഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നത് അവന് പോഷത്വമാണ്. ആത്മീയം വിവേചിക്കേണ്ടതാകുന്നു, അത് അവനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ആത്മീയർക്കുള്ളൊരു ഗുണമാണ് അവൻ സകലത്തെയും വിവേചിക്കും. പക്ഷെ അവന് ആരാലും വിവേചിക്കപ്പെടാൻ പറ്റത്തില്ല. അവനെ വിവേചിക്കണമെങ്കിൽ ആത്മാവുള്ളവന് മാത്രമേ വിവേചിക്കൂ. ഹല്ലേലൂയ. അടുത്ത പറഞ്ഞു വന്നിട്ട് കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാവുന്നവനാണ്. അപ്പൊ കർത്താവിന്റെ മനസ്സറിഞ്ഞിട്ട് അങ്ങോട്ട് ഉപദേശിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പലപ്പോഴും ദൈവത്തെ പഠിപ്പിക്കാതിരിക്കാറുണ്ട്. ദൈവമേ വചനം ഇങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്, അപ്പൊ എനിക്ക് തായി ഈ വചനം വെച്ച് ഞാൻ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കും. ഇതൊക്കെ ഞാനും പറയാൻ നമ്മൾ പക്ഷേ ദൈവത്തിന് അറിയാത്ത കണക്കം നമ്മൾ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ പഠിപ്പിക്കാതെ അത് കഴിഞ്ഞ നമ്മൾ എന്താണ് കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാകുന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മനസ്സുള്ളവനാകുന്നു അവിടെ എഴുതിയേക്കുന്നത്. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോഴൊക്കെ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ നമ്മൾ സ്വയം ചോദിക്കണം, നമ്മൾ കർത്താവിന്റെ മനസ്സുള്ളവരാണ്, കർത്താവിനെ പോലെ മനസ്സലിവുള്ളവരാണ്, കർത്താവിനെ പോലെ കൃപയുള്ളവരാണ്, കർത്താവിനെ പോലെ ദയയുള്ളവരാണ്, കർത്താവിനെ പോലെ കരുണയുള്ളവർ, കർത്താവിനെ പോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ പറയാതെ തന്നെ അറിഞ്ഞിട്ട് ഹല്ലേലൂയ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ, നമ്മുടെ ചുറ്റുപാടും തന്നെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള പലരും കഷ്ടതയിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഇരിക്കുന്നത് അത് അറിഞ്ഞിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുന്നുണ്ട്. അവരോട് നമുക്കൊരു മനസ്സിലവ് കാണിക്കാൻ പറ്റുന്നു, ഇല്ലെങ്കിൽ അവരുടെ മനസ്സ് അവർ പറയാതെ നമ്മൾ ഗ്രഹിക്കാൻ കഴിയുന്നു. ദൈവത്തിന്റെ മനസ്സിൽ പറഞ്ഞാൽ അത് പറ്റും കേട്ടോ. പീര സിസ്റ്റർ സങ്കടം എന്നോട് പറഞ്ഞിട്ടായിരിക്കില്ല ഞാനത് അറിയേണ്ടത്. ദൈവത്തിന്റെ മനസ്സുള്ളവരാകുമ്പോഴത്തേന് അതിൽ എന്തൊക്കെ ഉണ്ടോ അത് നമ്മൾ അറിയാൻ പറ്റും. നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ പ്രയറിലൊക്കെ ഇരിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകുന്നത്. കാരണം ചില ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ കൂടെ അവരൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാൻ. കാരണം അവരുടെ ഹൃദയത്തിലെ വേദന, അവരുടെ ഹൃദയത്തിലെ ഭാരം, അവരാരോടും ഷെയർ ചെയ്യാതെ വെച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് ദൈവം അത് തരുമ്പോഴാണ് നമ്മുടെ കണ്ണ് ആ സങ്കടം നമ്മൾ ഉൾക്കൊണ്ട് അവരുടെ മനസ്സ് നമ്മൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഇത് വരും. അത് ദൈവത്തിന്റെ മനസ്സുള്ളവർക്കേ പറ്റൂ. ആ ദൈവത്തിന്റെ മനസ്സ് നമ്മളുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. നമ്മൾ അങ്ങനെ ആകണം എന്നാണ് ശുദ്ധാത്മാവിൽ നമ്മൾ ദൈവത്തിന്റെ മനസ്സുള്ളവർ ആണോ എന്ന് ഇന്ന് നമ്മൾ എല്ലാവരും ഒന്ന് ചോദിക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷേ അവൻ ദൈവത്തിന്റെ മനസ്സ് നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മനസ്സ് പൊഴിച്ചു തരിക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ആയിത്തീരണം. അങ്ങനെ ആകണം. ക്രിസ്തുവിനെ മനസ്സുള്ളവരെ ക്രിസ്തുവിനെ പോലെ ആകാനായിട്ട് ശ്രമിക്കല്ലേ, ക്രിസ്തുവായി തന്നെ ജീവിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് നമ്മൾ ഫലം കായ്ക്കാൻ ഇടയാക്കരുത്, നമ്മളിലൂടെ തന്നെ ക്രിസ്തു തന്നെ ഫലം കായ്ക്കണം.
നമ്മുടെ ഫലമല്ല പുറത്തു വരേണ്ടുന്നത്, ക്രിസ്തുവിന്റെ ഫലം തന്നെ. ആ ക്രിസ്തുവിന്റെ ഫലം പുറത്തു വരുന്ന ക്രിസ്തുവിന്റെ മനസ്സുള്ളവരിലൂടെ പറ്റും. ആമേ, ഹല്ലേലൂയ. മുന്തിരിവള്ളി ഏത് നമ്മൾ ഏത് കൊമ്പാണെങ്കിൽ, നമ്മൾ എന്ത് കൊമ്പെന്ന് പറഞ്ഞാൽ ആ കൊമ്പിന്റെ ഫലം ഒരിക്കലും പുറത്തു വരത്തില്ല. മുന്തിരി തന്നെ കായ്ക്കണം. ആമേൻ. അപ്പൊ അതുകൊണ്ട് മുന്തിരി കായ്ക്കണമെങ്കിൽ മുന്തിരിവള്ളിയെ തന്നെ അനുവദിക്കണം നമ്മൾ കായ്ക്കാനായിട്ട്. അപ്പൊ അതുപോലെ നമ്മളിന്ന് പലപ്പോഴും നമ്മൾ കായ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഫലം പുറത്തു വരാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ മാറ്റുക. കർത്താവിന് തന്നെ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇതിൽ ഈ വചനം എല്ലാം നമ്മളൊന്ന് കൂട്ടി വായിച്ച് മനസ്സിലാകും. നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ഉപകരണമാക്കാൻ വിട്ടുകൊടുക്കണം. അതിന് നമ്മൾ പിന്നെ ഒരു അവകാശം പറഞ്ഞ് ഉടമസ്ഥയും പറഞ്ഞിരിക്കാൻ പാടില്ല. നമ്മളെ പൂർണ്ണമായ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. ഒരു വീട് നമ്മൾ പണിഞ്ഞാല് നമ്മൾ ആ വീടിനകത്ത് താമസിക്കുമ്പം വീടിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല നമ്മൾ താമസിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. അല്ലെ ആർക്കിടെക്ട് പറയുന്ന കണക്ക്, ഇന്റീരിയർ ഡിസൈൻ പറയുന്ന കണക്കല്ല. ചില കാര്യങ്ങളൊക്കെ അവരൊക്കെ എത്ര പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ തോന്നും നമ്മൾ അതുപോലെ മാറ്റി ക്രമീകരിക്കും. പലപ്പോഴും നമ്മൾ ബെഡ്റൂം ഒക്കെ പലപ്പോഴും കട്ടിൽ അങ്ങോട്ട് ഇട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് കുറെ നാളും അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ആ വീട് നമുക്ക് സ്വാതന്ത്ര്യത്തോട് പെരുമാറാണ്, ജീവിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി പണിഞ്ഞ വീടാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ മന്ദിരമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി പണിയപ്പെട്ട ഭവനങ്ങളാണ് നമ്മൾ. പരിശുദ്ധാത്മ നമ്മൾ വസിക്കുമ്പോൾ പരിശുദ്ധാത്മ ഈ ഭവനത്തിന്മേലുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം, എങ്ങോട്ട് നടക്കണം, എങ്ങോട്ട് നോക്കണം, എങ്ങോട്ട് ചലിക്കണം, എങ്ങോട്ടൊക്കെ ചെയ്യണം, എന്തൊക്കെ ചിന്തിക്കണമെന്ന് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുള്ള ഈ ഭവനത്തിലെ റെസിഡന്റ് ഓഫ് ഹോളി സ്പിരിറ്റ് ആണ് നമ്മൾ ഓരോരുത്തരെങ്കിൽ ആ താമസക്കാരനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുക. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.